ഓക്കെ, ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക? യെസ്, അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒറ്റ ലൈനായിട്ട്, വെർട്ടിക്കൽ ലൈൻ. അതായത് വെർട്ടിക്കൽ ലൈൻ എവിടെ വേണമെങ്കിലും വെക്കാം, മീൻസ് ആ കോളം എവിടെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കളിക്കാൻ വേണ്ടി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിന്റെ ഒരു ഐഡിയ എങ്ങനെയായിരിക്കും? നേരെ നേരെ ബോൾ പാസ് ചെയ്ത് പെട്ടെന്ന് പാസ് ചെയ്ത് ഗോൾ അടിക്കാൻ പറ്റുമോ? ഒറ്റ സൈഡ് ലൈൻ പാസ് ചെയ്താൽ മതി അല്ലേ? പക്ഷെ നീയും സെയിം പൊസിഷനിലാണെങ്കിലോ, സെയിം ലൈനിന്റെ മുകളിൽ ഓവർലാപ്പ് ആയിട്ടാണെങ്കിലോ? അത് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഓക്കെ. നമ്മുടെ ഒതന്റിക് ടീം മതിയേ. കസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ടീം സെലക്ട് ചെയ്യാലോ, അത് വേണ്ട. നമ്മുടെ ഒറിജിനൽ ടീം മതി. അല്ലെങ്കിൽ കസ്റ്റം ആണെങ്കിൽ കസ്റ്റം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആണോ? ഓക്കെ ഓക്കെ, കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമാണ്. ഓക്കെ, നമ്മുടെ ടീം അത് തന്നെ. സോറി ശരിയാ, കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമാണ്. ശരിയാ. ഒതന്റിക് എന്ന് പറയുമ്പോൾ റിയൽ പ്ലെയേഴ്സ് ആണല്ലോ. കേരളത്തിലെ നമ്പർ 1 പ്ലെയർ ആരാന്ന് അറിയോ? പെറ്റ്സ്. വക്കൂട്ടിയോ? വക്കൂട്ടിയോ? വക്കൂട്ടി ചാനലിന്റെ പേരാണോ പുള്ളി അതോ ആളുടെ പേരാണോ? വക്കൂട്ടി ഗെയിമിംഗ് കൊള്ളാലോ, അതൊന്നും നോക്കണല്ലോ. ആണോ? പുള്ളിക്കാരൻ നമ്മുടെ ഈ ചാനലിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യട്ടെ, നമുക്ക് കളിക്കാം. പുള്ളിക്കാരന്റെ വീഡിയോ കൊണ്ടുവരാം അല്ലേ? നീ കളിച്ചിട്ടുണ്ട്? എപ്പോ? എവിടെ? പുള്ളി ലൈവ് ഇട്ടപ്പോ ഇങ്ങനെ കോഡ് ആരെങ്കിലും കാണാൻ പറഞ്ഞു. ആണോ? അത് കൊള്ളാം. എന്നിട്ട് എങ്ങനെയുണ്ട്? ആരും ജയിച്ചിട്ടുണ്ട്? പുള്ളി ഭയങ്കര ഇതായിട്ട് കളിച്ച. പുള്ളിയുടെ ശരിക്കുള്ള കളി ഇറക്കി ഞാൻ തോറ്റു. ഞാൻ ജയിച്ചു. അതെ. ഓ, വക്കുട്ടീനെ തോപ്പിച്ച ആളാണ് ആന്റണി. ടീം ഞാൻ ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഓക്കെ. ഞാൻ ഇവിടെ കസ്റ്റം മറ്റേ നമ്പർ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ, എന്റർ. ഓക്കെ, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഒറ്റ ലൈനിൽ ആൾക്കാരെ വെക്കാൻ പറ്റുമോ? പ്ലെയറിനെ വെക്കാൻ പറ്റുമോ? ഏകദേശം വെക്കാം. ആണോ? ഓ, ഞാൻ സെറ്റ് ചെയ്തില്ല. ഞാൻ ഈ ഗെയിമിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. Stunning pass. When performing a stunning pass, the power gauge will turn blue. And full വായിക്കുമ്പോഴത്തേക്കും പോയി. എന്റെ ടീം എടുത്ത് നോക്ക്. നിന്റെ ടീം എടുത്ത് നോക്കട്ടെ. ഓ, ഇങ്ങനെ. ഓക്കെ, ഒറ്റ ലൈനിൽ വരില്ല അല്ലേ? എല്ലാം വരും. ഇങ്ങനെ വരില്ല. ഇത് കൊള്ളാം. ഇത് എവിടെയാണ്? ഫസ്റ്റ് ഹാരി കെയ്ൻ, സല, ഇതേതാ ചൈനക്കാരൻ? സോൺ. ഓക്കെ, മെസ്സി, മറ്റേ ആള് എൻസോ. ഓക്കെ, ലൈനില് ഞാൻ നോക്കട്ടെ. ഹാരി കെയ്നെ ഫ്രണ്ടില് നിർത്താം, ഏറ്റവും ഫ്രണ്ടില്. ഓ, ഇത് അങ്ങോട്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് കയറി പോകുന്നില്ല. സെൻട്രലിലെ സർക്കിളിന്റെ മുകളിലേക്ക് പോകുന്നില്ല. മെസ്സി, അത് കഴിഞ്ഞിട്ട് ആരാണ് അടുത്തത്? ഇവനെ കൊണ്ടുവന്ന് നിർത്താം. ഓ, മെസ്സി. അയ്യോ, ഇത് ഒരു ചെറിയ പ്രശ്നമായി. ഇതിങ്ങനെ ഇതിവിടെ അടുത്തത് ഇവനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, ഇവനെ ഇവിടെ വയ്ക്കാം. എന്താ അവിടെ ഇരിക്കാതെ? അത് കഴിഞ്ഞിട്ട് ഡിഫൻസിനെ ഇറക്കാം ബാക്ക്. അയ്യോ, ഗോളി ഡിഫൻസ് ഇറങ്ങി.
ഓക്കെ ഒന്നുകൂടി ഇച്ചിരി കൂടി ബാക്കിലേക്ക്. ഐ ഓക്കെ, സെന്റർ ബാക്കിനെ ഇച്ചിരി ഇവിടെ വെക്കാം. ഐ ഇതെന്താണിത്? ഓക്കെ, ഇവരിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെക്കാം. ഓ എംബാപ്പെ പുറത്തായല്ലോ. ഓക്കെ, എന്റെ ഫോർമേഷൻ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? കളി തുടങ്ങുമ്പോ എല്ലാരും ട്രെയിൻ പോണ പോലെ, എല്ലാവരും ട്രെയിൻ പോണ പോലെ ഒറ്റ നോക്കാണ്. നിന്റെ സാധനം നോക്കട്ടെ. ഓക്കെ കമോൺ. വെറുതെ സൈഡിൽ കൂടി ഓടിപ്പോയാൽ മതിയല്ല, ആരും ഉണ്ടാവില്ല. ഈ കളി ആരാ ജയിക്കുക? ബോൾ ആരുടെ കയ്യിലാണോ അവര് ജയിക്കും കളി. ഓക്കെ, ഇത് എങ്ങനെയായിരിക്കും? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കട്ടെ. ഇത് എങ്ങനെയായിരിക്കും ഇവിടെ നിക്കണുണ്ടാവുക? സ്റ്റാർട്ടിങ്ങിൽ ഒറ്റ വരിയിലായിരിക്കും നിക്ക, അതോ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും? ലോഡ് ആവുന്നില്ല സ്ക്രീൻ. അങ്ങനെ ആരും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ഓ ഇതെല്ലാവരും ഒറ്റ ഒരു ഇങ്ങനെ ആയിട്ട് നിക്കാടാ, മീൻസ് ഒരുമിച്ച് അടുത്തായിട്ട് നിക്കണം. ഓ നീയാണോ സ്റ്റാർട്ട് ചെയ്തത്? ഓ കൊതു നിന്നു പോയി. ഓടിക്കോ, ആരാണോ ഫ്രണ്ടിന്റെ അവര് ചെയ്യും. കൊള്ളാം. ആ ഗോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്ത് ആയിരുന്നു. അത് ഗോളാവുന്ന ഉറപ്പായിരുന്നു അല്ലെ? നല്ല പാസായിരുന്നു. അതെ കറക്റ്റ്. ഓനോ എന്താടാ കാണിക്കണേ? എടാ എന്താടാ കാണിക്ക? ഈ ഗോളി എന്താ നോക്കിക്കണേ? അത് ഗോളാണോ? അല്ല ഗോളി എന്ത് നോക്കിക്കണ? ഗോളി വെറുതെ നോക്കിക്കാണ്, അല്ലെങ്കിൽ ഓടി വന്ന് പിടിക്കേണ്ടതല്ലേ? അത് ഗോളിനെ ചിലപ്പോ കേറ്റേണ്ടി വരുമായിരിക്കും. അങ്ങനെ സ്പീഡോ എടാ നിർത്തിയിട്ട് അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഓടാ പോയടാ. ഓക്കെ, ഒയ്യോ ഇതിപ്പോ നേരെ അടിച്ചു കഴിഞ്ഞാൽ ഗോളാവൂ? അത്ര പവർ ഇല്ല അല്ലേ? ഒന്ന് ട്രൈ ചെയ്തോ, ഒറ്റ അടി അടിക്കാം. അവിടെ വരെ എത്തൂല.
ഗോളി പവർഫുൾ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ദൂരെന്ന് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ പിടിച്ചോളും. എടാ അതെന്താണ് ഇത്? ആ ഔട്ട് സൈഡ് ആയില്ലേ? ആ ഗോളി പിടിച്ചോ. എല്ലാരും പല പല സ്ഥലത്ത് കളിക്കണം, മനസ്സിലാവില്ല. കാരണം എല്ലാരും നേരെ ഇരിക്കണോണ്ട്. ശരിയാ. പക്ഷെ ബോള് കൂടുതൽ നേരം നിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഓ ഇതിപ്പോ ഞാൻ വിചാരിച്ച മാതിരി അല്ല. ഞാൻ വിചാരിച്ച ഒറ്റ ലൈനിൽ അങ്ങോട്ട് പോവാന്ന്. ലൈനിൽ തന്നെ പോയി. ഒറ്റ ലൈനില് വരി വരിയായിട്ട്. ബോള് കയ്യിൽ കിട്ടിയ എളുപ്പാ. ഇതില് കൂടുതൽ സ്കിൽസ് എനിക്ക് വേണം. ഡ്രിബിളിംഗ് സ്കിൽസ് വേണം. ഓടിക്കോ 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 ഓടിക്കോ. ഔട്ട് സൈഡ് ആക്കണ്ടായിരുന്നു. ഓടിക്കോ, ആരെങ്കിലും ഫ്രണ്ടിൽ നിന്നാ മതി. ഓ അവിടെ ആളില്ല. ആളുണ്ടാന്നെങ്കി. ആ അതെ. അതെന്താ ഔട്ട് സൈഡ് ആണോ പിന്നെയും? ആ ബോള് പുറത്തു. ഇതെന്ത് പറ്റി? എല്ലാം പിന്നെ നിന്നെ. ത്രോ എടുക്കണ പോലെ കാണിച്ചിട്ട് അഭിനയിക്കും. അതെങ്ങനെയാ? അതെന്താണെന്ന്? അതെന്താണ്? അതാണ് എനിക്ക് പറ്റിയണ. ഇതാണ് സംഭവം ടഫ്. Oh no. എടാ അതെന്തായിരുന്നു? എടാ എറിയണ മാതിരി അഭിനയിക്കണ എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞ പാസ് അമർത്തിയിട്ട് ജോയ്സ്റ്റിക്കിൽ 2 പ്രാവശ്യം ഇങ്ങനെ അടിക്കണം. പാസ് അമർത്തിയിട്ട് ജോയ്സ്റ്റിക്ക് ഇങ്ങനെ ആക്ടിങ് കാണിക്കണം. 2 വട്ടം ഇങ്ങനെ അമർത്തണം, ടാപ്പ് ചെയ്യണം. ജോയ്സ്റ്റിക്കിൽ ടാപ്പ് ചെയ്യണം. കളി തുടങ്ങി. ചിപ്പടിച്ചു. അതെന്ന് പറയുമ്പോ മറ്റേ ഈ ഷൂട്ടിന്റെ സാധനം ഒന്ന് പൊന്തിക്കുക. ശരി, ഡാഷ്. പിടിക്കാൻ പോലും പറ്റാ.
ഓടിക്കോ. അതങ്ങനെ ഗോളി അവിടെ നിന്ന് മാറി ഗോളായിരുന്നല്ലോ. ഒന്ന് ഇച്ചിരി സ്ലോ ആക്കിയിട്ട് അടിച്ചിരുന്നെങ്കിൽ ഗോളായിരുന്നു അല്ലെ. ഇതാണ് 6 യാർഡ് അല്ലെ. 6 യാർഡ് അങ്ങനെ 6 യാർഡ് ബോക്സ്. അപ്പൊ എന്താണ്ടാവാ 6 യാർഡ് ബോക്സ് എല്ലാവരും എവിടെ അകത്തേക്ക് ഓടി വരും. അപ്പൊ നമ്മൾ അകത്തേക്ക് ഇട്ടാ മതി ബോള്. പാസ് ചെയ്ത് കളിക്കുന്നത്. ജയിച്ച് അതെ. ഫൈനലി ആന്റണിനെ വെട്ടിച്ചിരിക്കുന്നു ഈ ഗെയിമില്. സ്ട്രേറ്റ് ലൈനിൽ പൊസിഷനിൽ എല്ലാവരും നിർത്തി കഴിഞ്ഞ് ഞാൻ ജയിക്കും. ഓക്കെ. ഇതെന്താ ഐറ്റംസ് ആഡഡ് ടു ചാൻസ് ഡീൽ ഫെസ്റ്റീവ് സീസൺ ഇൻടു 1 ക്യാമ്പയിൻ റിവാർഡ്. എന്താ സംഭവം? എടാ ഈ ചാൻസ് ഡീൽ എന്താ സംഭവം? അതാണ് ഞാൻ പറഞ്ഞത്. സ്പിൻ ചെയ്യുമ്പോ അതെങ്ങനെയാണ് സംഭവം? എനിക്ക് ഇവിടെ പ്രൂവ് പെർഫെക്റ്റ് ഒരു പിങ്ക് കളറിലെ സാധനം വന്നിട്ടുണ്ട്. പിങ്ക് അത് അക്വയർ ചെയ്യും. ഓക്കെ നെക്സ്റ്റ് അത് അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ബട്ടൺ നിൽക്കണം. അല്ലല്ല നെക്സ്റ്റ് ബട്ടൺ അതിലമർത്തണം. ആ സാധനത്തിൽ അമർത്തിയിട്ട് അക്വയർ. ഓക്കെ ഞാൻ നോക്കട്ടെ. ഞാൻ ഈ റൂം ലീവ് ചെയ്യട്ടെ. അതെനിക്ക് തോന്നുന്നു ഒരു വട്ടം കിട്ടത്തുള്ളൂ. നീ ഒരു വട്ടം നെക്സ്റ്റ് അടിച്ചു പോയാൽ പിന്നെ ഞാൻ ഇന്നലെ കളിച്ചപ്പോ എന്തോ എല്ലാം വെറുതെ നെക്സ്റ്റ് അടിച്ചു വിട്ടു. അതെന്താ സംഭവം? അത് വെച്ച് കിട്ടി കഴിഞ്ഞാൽ എന്താ ഗുണം? അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുശേഷം കുറെ മാച്ചുകൾ ചെയ്യുമ്പോ ഇതൊരു ട്രഷർ ലിങ്ക് പോലത്തെ സാധനമാണ്. ഓരോ ലിങ്ക് ഇങ്ങനെ ആക്ടിവേറ്റ് ആവും. നമുക്ക് അത്ര സ്പിൻ നമുക്ക് ഫ്രീ കിട്ടും. ഇപ്പൊ എനിക്കൊരു ചാൻസ് സംഭവം കിട്ടിയിട്ടുണ്ട്. ചാൻസ് ഡീൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് വേറെയാണ്. അത് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യണാണല്ലേ? രണ്ടും പ്ലേയേഴ്സാ, പക്ഷെ രണ്ടും വേറെ വാക്കാം. അതെ അല്ലേ. ഓക്കെ. ഇതിപ്പോ ഏതോ പ്ലെയർ അൺലോക്ക് ആയി. സെന്റർ മിഡ് ഫോർവേഡ്. ഇതാരാണത്? ലൂക്കസ് പെർഗ്വാൾ. ഏതോ ഒരാള്. ഓക്കെ, അപ്പൊ ഈ കളി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത കളിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.